Hi all, welcome to my channel True Living by Minnu. എൻ്റെ ലാസ്റ്റ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ബോക്സിലും മെസ്സേജിലൂടെയും മറ്റും അറിഞ്ഞു. വളരെ സന്തോഷം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ മറ്റൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദുബായിൽ റാസൽഖോർ എന്ന സ്ഥലത്തുള്ള ദുബായ് ക്രീക്ക് ഹാർബറിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അൽനൂർ ഐലൻഡിനേക്കാൾ എന്തുകൊണ്ടും വ്യത്യസ്തമായൊരു പ്ലേസാണിത്. ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തികച്ചും എൻട്രി ഫ്രീ ആണ്. നേച്ചർ ഫീലും സിറ്റി ഫീലും ഒക്കെ ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് കൂടിയാണിത്. ദുബായ് സ്കൈലൈനൊക്കെ അടിപൊളിയായി കാണാൻ പറ്റിയ ഒരു പ്ലേസാണിത്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞങ്ങളപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ പോവാണ്. അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലാണ് ഞങ്ങൾ ഇടുന്നത്. പാർക്കിംഗ് ഒക്കെ ഇവിടെ ഫ്രീ ആണ്. അണ്ടർഗ്രൗണ്ട് കാറ് പാർക്ക് ചെയ്തതിന് ശേഷം അവിടെയെല്ലാം ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് എൻട്രൻസുകളുണ്ട്. അപ്പോൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്ന എവിടെയാണോ ആ ഏരിയ അനുസരിച്ചിരിക്കും നമ്മൾ എവിടെയാണ് വന്ന് ചേരുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ റെസിഡൻഷ്യൽ ഏരിയാസാണ്. ഈ ബിൽഡിങ്സിനിടയിലെല്ലാം നമുക്ക് കാണാം ബട്ടർഫ്ലൈ പോലെ എന്തോ അവർ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനതൊക്കെ. നമ്മൾ ഇപ്പോൾ വീഡിയോ കാണുന്നതിലും രസം നേരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ നെറ്റ് പോലെ പല ബട്ടർഫ്ലൈസ് ആകാശത്തിങ്ങനെ നിൽക്കുന്നൊരു ഫീലായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ എല്ലായിടത്തും സ്റ്റെപ്പുണ്ട്. അതുവഴി ഇറങ്ങിയാണ് നമ്മൾ ക്രീക്കിലോട്ട് നടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ രണ്ട് സൈഡിലോട്ടും ഇതുപോലൊരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് നടക്കാനും ഒരുപാട് ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളുമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും മറ്റുമുണ്ട്, കടകളുണ്ട്. ഇങ്ങനെ നമുക്ക് നടന്ന് ഒരു ഈവനിങ് ഒക്കെ വന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ദുബായ് സ്കൈലൈൻ സൂപ്പറായിട്ട് കാണാം. പിന്നെ സൺസെറ്റ് സമയത്തൊക്കെ വന്ന് അടിപൊളിയാണ്. ഞങ്ങൾ അപ്പോൾ ഒരു സൺസെറ്റ് സമയത്തായിരുന്നു വന്നിരിക്കുന്നത്. ഒരു 5:30 5:45 ഒക്കെ ആയി. ആ സമയത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെല്ലായിടത്തും. നമുക്ക് കാണാം ഫ്ലെമിംഗോസ്. നല്ല രസമുണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്ക് ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദുബായ് ക്രീക്ക് ഹാർബർ. നിങ്ങൾക്ക് കാണാം ഒരുപാട് പിള്ളേരെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെടി കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു ചെടിയാണ്. ഇതായിരുന്നു ദുബായ് ക്രീക്ക് ഹാർബർ. ത്രൂ ഔട്ട് ഈ ചെടി നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഇൻട്രോ വീഡിയോ എടുത്തിരുന്നതും ഈ ദുബായ് ക്രീക്ക് ഹാർബറിൽ വന്നിട്ടാണ്. ഞങ്ങളിത് നേരത്തെ വന്നിട്ടുള്ള സ്ഥലമാണ്, ആദ്യമായിട്ടല്ല വരുന്നത്.
നടന്നു പോകുമ്പോൾ സൈഡിലെല്ലാം കാണുന്ന എല്ലാം ഓരോ ഷോപ്പാണ്. KFC, പിസ്സ ഹട്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ കുട്ടികൾക്ക് വീണ്ടും കളിക്കാനുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും. നമ്മൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഫോട്ടോസൊക്കെ എടുക്കാം. കുറച്ച് നേരം കാം ആൻഡ് ക്വയറ്റായിട്ടൊരു പ്ലേസാണ്. നല്ല പീസ്ഫുൾ ഏരിയ ആണ്. കുറച്ച് നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാം. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ അവർ ഇടയ്ക്കിടയ്ക്ക് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഉള്ളിൽ സീറ്റൊക്കെ ഇട്ട് നമുക്കിങ്ങനെ സൺസെറ്റൊക്കെ കാണാനായിട്ട് അവിടെ ഇരുന്ന് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരുന്ന് കാണാനൊക്കെ പറ്റിയ രീതിയിൽ അവർ ഇടയ്ക്കിടയ്ക്കുണ്ട് ആ ഒരു കോണ് പോലെ രീതിയിൽ. അത് നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനും നല്ല നമുക്കിരിക്കാനും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണത്. പിന്നെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വീണ്ടും ഇതുപോലെ ഫ്ലെമിംഗോസും പിന്നെ ഇതുപോലെ വീട് പോലെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇവിടെ ഷിപ്പൊക്കെ നിങ്ങൾക്ക് കാണാം. ക്രീക്കാണല്ലോ, അപ്പം ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ കണ്ട മറ്റൊരു പ്ലേ ഏരിയ ആണിത്. കുട്ടികളെയൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ നല്ല കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഐസ്ക്രീം ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അവർ പിന്നെ വാശി പിടിച്ച് നമ്മളെ കൊണ്ട് എന്തായാലും മേടിപ്പിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളും മേടിച്ചു ഒരെണ്ണം. പിന്നെ ഇവിടെ I love UAE എന്നൊക്കെ പറഞ്ഞുള്ള ഇതൊക്കെയുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ ഇവിടെ വലിയ 3 ഫ്ലെമിംഗോസ് വെച്ചിട്ടുണ്ട്. അതും നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ സൺസെറ്റ് ഇങ്ങനെ ആവാനുള്ള സമയമായതുകൊണ്ട് കറക്റ്റ് ആ കളേഴ്സൊന്നും വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഫ്ലെമിംഗോസൊക്കെ വെച്ചിരിക്കുന്ന കാണാനൊക്കെ ആയിട്ട്. ഇത് മറ്റൊരു പ്ലേ ഏരിയ ആണ് നിങ്ങൾ കാണുന്നത്. അതുപോലത്തെ പല ടൈപ്പ് പ്ലേ ഏരിയാസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഇരിക്കുന്ന ആ സ്ഥലമാണ്. ഇതെല്ലായിടത്തും ഉണ്ട് കേട്ടോ. കുറച്ച് മാറി മാറി ഇത് എല്ലാ സ്ഥലത്തും കൊണ്ട് വെച്ചിട്ടുണ്ട് അവർ. നല്ല ഏരിയ ആണ്. ഇരുന്ന് സൺസെറ്റ് കാണാനും കുറച്ച് നേരം ഇങ്ങനെ ക്രീക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല ഏരിയ ആണ്. ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയമായിരിക്കുകയാണ്. കുറച്ച് ഏതാനും നിമിഷങ്ങൾക്കകം സൂര്യൻ അസ്തമിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാനായിട്ട്. ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അടിപൊളിയാണ് കാണാൻ. ഇപ്പോൾ നമ്മൾ മറ്റേ എൻഡിലെത്തി. ഇവിടെയാണ് നമ്മൾ ഷിപ്പിങ്ങും നമുക്കിവിടെ ബോട്ടിങ്ങിനൊക്കെ പോകാം കേട്ടോ. അതിന് എനിക്ക് തോന്നുന്നു റേറ്റ് ഉണ്ട്. 30 ദിർഹംസോ അങ്ങനെ കണ്ടാണ് പെർ പേഴ്സൺ. കറക്റ്റ് അറിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് 1 hour ഇത് ക്രീക്ക് ഫുള്ള് നമുക്ക് അവർ ചുറ്റിക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു എൻഡിലാണ് ഇതുപോലെ ദുബായ് ക്രീക്ക് ഹാർബർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ചെറിയ രീതിയിലൊരു പൂളൊക്കെ ഉണ്ട്. പൂളിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, പക്ഷെ നല്ലൊരു അടിപൊളി ഏരിയ ആയിരുന്നു. അവിടെ നിന്ന് നമ്മുടെ ദുബായ് സ്കൈ ലൈൻ കാണാനൊക്കെ നല്ല സൂപ്പറായിരുന്നു. ആയിട്ട് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാവുന്ന രീതിയിലെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെയും ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു മോനുമായിട്ട്. ഇപ്പോൾ അതാണ്ട് സൺസെറ്റായി. എല്ലായിടത്തും ലൈറ്റൊക്കെ വീണു. നമ്മുടെ സ്കൈ ലൈനൊക്കെ കാണാൻ, നമ്മുടെ ഈ ഡൗൺ ടൗണൊക്കെ നിങ്ങൾക്ക് കാണാം. ബുർജ് ഖലീഫയും എല്ലായിടത്തും ലൈറ്റൊക്കെ ആയി. ഈ ഒരു ആംബിയൻസും അടിപൊളിയാണ്. നിങ്ങൾ വരുവാണെങ്കിൽ സൺസെറ്റൊക്കെ ആയതിന് ശേഷം ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ പോകാവുള്ളൂ. പിന്നെ ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? ഫുൾ ലൈറ്റൊക്കെ ഇട്ട്. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഇരുട്ടി ലൈറ്റൊക്കെ വീണിട്ട് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടേ നിങ്ങൾ മടങ്ങാവുള്ളൂ.
എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ലുക്കായിരുന്നു കാണാനായിട്ട്. നമ്മൾ ലൈറ്റൊന്നും ഇടാതെ കണ്ടതിലും ലൈറ്റൊക്കെ ഇട്ടപ്പോൾ രണ്ടും രണ്ട് ലുക്കാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പം ഒരു സൺസെറ്റ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് രണ്ടും സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് രണ്ടും കാണുന്ന രീതിയിൽ വരുന്നതായിരിക്കും നല്ലത്. നല്ല ബിൽഡിങ്സൊക്കെ ആണെങ്കിലും ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ. ആ കാണുന്നതൊക്കെ റെസിഡൻഷ്യൽ ഏരിയാസാണ് കേട്ടോ. നൈറ്റ് വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും വരിക, ഇവിടെ യുഎയിലുള്ളവരെല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയാസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പലരും ജോഗിങ്ങിനൊക്കെ ആയിട്ട് വരുന്നവർ, കാരണം നടക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, അപ്പോൾ ജോഗിങ്ങിനും മറ്റുമായിട്ടും വരാം. അങ്ങനെയും വരുന്നവർ ഒരുപാട് പേരെ ഞാൻ കണ്ടു. ഈ ബിൽഡിങ്ങിലെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഈ വെള്ളത്തിലെ റിഫ്ലക്ഷനായിട്ട് കാണുന്നത് കണ്ടില്ലേ, ഭംഗിയുണ്ടല്ലേ. നേരത്തെ കണ്ട ആ ഫൗണ്ടനാണിത്. അതിപ്പം ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല അടിപൊളിയായി, നല്ലൊരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ദുബായ് ക്രീക്ക് ഹാർബറിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വ്ളോഗിലൂടെ കണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സീ യു ഓൾ. ബൈ.